നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗുരുവായൂർ ഏകാദശി അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തുളസിച്ചെടി നിറയെ പൂവിട്ട് നിൽപ്പുണ്ടോ? അതായത് തുളസി നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം എല്ലാവരും ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും. നിങ്ങളുടെ വീട് സർവ്വ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടും. അത്രയധികം സത്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഏകാദശി അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇത്തരത്തിൽ തുളസി പൂത്ത് നിൽപ്പുണ്ട്? ഒന്ന് പറയാമോ? കാരണം ഈ തുളസി നിറയെ പൂത്ത്, ഞാൻ പറയുന്ന ഒന്നോ രണ്ടോ പൂവിൻ്റെ കാര്യമല്ല, തുളസിച്ചെടി നിറയെ ഇങ്ങനെ പൂക്കൾ നൽകി നിൽക്കുന്ന ഒരവസ്ഥ. അത് ഏത് വീട്ടിലാണോ കാണുന്നത് ആ വീടിൻ്റെ ഭാഗ്യമെന്ന് പറയാം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരവേൽക്കാൻ ആ വീട് ഒരുങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുണ്ട്? ഉള്ളവരൊക്കെ ഒന്ന് പറയണേ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യം അത്തരത്തിൽ പൂത്തു നിൽക്കുന്ന എല്ലാ വീട്ടുകാരും, അത്തരത്തിൽ തുളസി നല്ലോണം പൂക്കൾ തന്ന് നിൽക്കുന്ന ആ വീടുകളിലുള്ള എല്ലാവരും ചെയ്യണം കേട്ടോ. ചെയ്യുക എന്ന് പറയുമ്പം ദശമി ദിവസവും ഏകാദശി ദിവസവും ദ്വാദശി ദിവസമായിട്ട് വേണം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യാനായിട്ട്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഈ അവസരം വിട്ടുകളയരുത്. ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ദശമി ദിവസം ഉണ്ടല്ലോ, ദശമി എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേ ദിവസമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വരുന്ന ചൊവ്വാഴ്ച, ഡിസംബർ 10 ചൊവ്വാഴ്ചയാണ് ദശമി ദിവസം എന്ന് പറയുന്നത്. ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഒരു നല്ല ഒരു കൂടയോ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊട്ടയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഈ തുളസിപ്പൂക്കളെല്ലാം തന്നെ ഇറുത്ത് വയ്ക്കുക. തുളസിപ്പൂക്കൾ എന്നാണ് ഇറുക്കേണ്ടത്? ദശമി ദിവസം. ദശമി എന്ന് പറയുന്നത് ഏകാദശിയുടെ തലേ ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം. അപ്പം ചൊവ്വാഴ്ച രാത്രി ആകുന്നതിന് മുമ്പ്, സന്ധ്യ ആകുന്നതിന് മുമ്പ് ഈ പൂക്കളൊക്കെ ഒരു കൂടയിലേക്ക് പറിക്കുക. പറിച്ചതിന് ശേഷം ഒന്നുകിൽ ദശമി ദിവസം നിങ്ങളത് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് അമ്പലമായാലും കുഴപ്പമില്ല, അത് ഏത് ദേവിയോ ദേവനോ ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള അമ്പലം, അല്ലെ പോകാൻ സൗകര്യമായിട്ടുള്ളത് എവിടാണോ ആ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ദേവിക്ക് ദേവന് ചാർത്താനായിട്ട് നൽകുക. ഇനി ശ്രീകൃഷ്ണന്റെ അമ്പലം അല്ലെ നാരായണ ക്ഷേത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതെല്ലാവർക്കും അടുത്ത് കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് അമ്പലമായാലും കുഴപ്പമില്ല, വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ചാർത്താനായിട്ട് ആ തുളസിപ്പൂക്കൾ കൊണ്ടുപോയി കൊടുക്കുക. ഇനി അടുത്ത അമ്പലമൊന്നുമില്ല, പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ആ പൂക്കൾ ഇറുത്ത് ഒരു മാല കെട്ടി, അത് ഒരു നൂലിൽ കൊരുത്ത് മാലയായിട്ട് കെട്ടി ഈ ദശമി ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പം ആ നിലവിളക്കിൻ്റെ അടുത്തൊരു ശ്രീകൃഷ്ണ ചിത്രമോ വിഗ്രഹമോ വെച്ച് അതിൽ ചാർത്തുക. ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ അമ്പലത്തിൽ അർച്ചന ചെയ്യാനായിട്ട് ഒരു കൂടയിലിട്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാം. ചില അമ്പലങ്ങളിൽ നിന്ന് അവർ തന്നെ വന്ന് എടുത്തോളൂ ഇവിടെ പൂക്കളുണ്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അമ്പലത്തിൽ പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് അവർ തന്നെ വന്ന് പൂക്കൾ ഇറുത്തോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലും ആകാം. അങ്ങനെയും ചെയ്യാം. ഇനി അതുമല്ല, അമ്പലത്തിൽ മാല കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മാല കെട്ടി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഭഗവാന്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ വേണം മാല കെട്ടി കൊടുക്കാൻ. തുളസിക്ക് ഭഗവാൻ മഹാവിഷ്ണു നൽകിയിരിക്കുന്ന ഒരു വരമാണ് എപ്പോഴും എൻ്റെ പാദത്തോട് ചേർന്നിരിക്കാൻ. അപ്പം ഈ മാല കെട്ടിക്കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ തട്ടുന്ന നീളത്തിൽ വേണം മാല കെട്ടിക്കൊടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത്രയും തുളസിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ പറിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പൂക്കടയിൽ കൊടുത്തിട്ട് അവിടെയുള്ള മറ്റു തുളസിയുടെ കൂടെ ചേർത്ത് കെട്ടിയാണെന്നുണ്ടെങ്കിലും മാലയായിട്ടായാലും അമ്പലത്തിൽ കൊടുക്കുക. അപ്പം ദശമി ദിവസം ഇത്തരത്തിൽ തുളസിപ്പൂക്കൾ ഇറുത്തൊരു കൂടയിലിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. ഏകാദശി ദിവസം തുളസിയെ തൊടുകയേ ചെയ്യരുത്. കാരണം ഈ ദശമി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഏകാദശി, അതായത് ബുധനാഴ്ചയാണ് ഏകാദശി. ഏകാദശി ദിവസം തുളസിയെ തൊടുകയേ ചെയ്യരുത്. തുളസിക്ക് വെള്ളം ഒഴിക്കരുത്, തുളസി പറിക്കരുത്, തുളസി ഇലകൾ ഞെരടരുത്, ഒന്നും ചെയ്യരുത്. തുളസി അങ്ങനെ അതിൻ്റെ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വിട്ടേക്കുക. ഒരേ ഒരു കാര്യം ചെയ്യുക, ഏകാദശി ദിവസം സന്ധ്യയ്ക്ക്
വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിനോടൊപ്പം ഒരു നെയ്വിളക്ക് കൂടി തെളിയിക്കുക. ഒരു ചിരാത് വെച്ച് ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു ചിരാത് വിളക്ക് കൂടെ തെളിയിച്ച് ആ ചിരാത് വിളക്ക് തുളസി തറയിൽ വെക്കുക. അല്ലെങ്കിൽ തുളസി ചുവട്ടിൽ ഒരു കല്ലോ കട്ടയോ മറ്റോ ഭദ്രമായിട്ട് വൃത്തിയുള്ള നോക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ നെയ്വിളക്ക് വെക്കുക. ഇതാണ് ഈ ഏകാദശി ദിവസം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ദശമി ദിവസം പൂക്കൾ ഇർത്തു ദേവന് സമർപ്പിച്ചു, അല്ലെ മാല കെട്ടി ദേവന് ചാർത്തി, അതാണ് ദശമി ദിവസം ചെയ്യേണ്ടത്. ഏകാദശി ദിവസം ആ തുളസിത്തറയിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഒരു സന്ധ്യയ്ക്ക് നെയ്വിളക്ക് മാത്രം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം നിലവിളക്ക് തെളിയിച്ചു, നിലവിളക്കിനോടൊപ്പം ഒരു നെയ്വിളക്ക് തെളിയിച്ചു, നെയ്വിളക്ക് തുളസിത്തറയിൽ വെച്ചു, തുളസിത്തറയിൽ വെച്ചിട്ട് നിലവിളക്കിന്റെ മുന്നിലും നെയ്വിളക്കിന്റെ മുന്നിലും പോയി ഇരു കൈകളും കൂപ്പി ഓം നമോ നാരായണായ എന്ന് 108 തവണ ജപിച്ച് നാരായണന്, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുകൂടി ഏറ്റവും ഭംഗിയായിട്ട് ആ തുളസിത്തറയ്ക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. ഏകാദശി ദിവസം ഇത്രയും ചെയ്താൽ മതി. ഇനി ദ്വാദശി ദിവസം പറക്കുമ്പം, അതായത് വ്യാഴാഴ്ച, ബുധനാഴ്ച ഏകാദശി കഴിഞ്ഞു, വ്യാഴാഴ്ച രാവിലെ പുലർച്ചെ നേരം വെളുക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു മൊന്ത വെള്ളം എടുക്കുക. ഒരു മൊന്തയിലോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ ഒരു പാത്രം നിറയെ ജലം എടുക്കുക. ജലം എടുത്തതിന് ശേഷം രാവിലെ ഒരു 6 മണിക്കും 8 മണിക്കും ഇടയിൽ, അതായിരിക്കും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. രാവിലെ ഒരു 6നും 8നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെ അമ്പലത്തിൽ പോയിട്ടോ വന്നിട്ടോ ആയാലും മതി, രാവിലെ ആ തുളസിത്തറയിൽ കൊണ്ടുപോയി ആ തുളസിക്ക് ആ ഒരു മൊന്ത ജലം ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ആ തുളസിത്തറയെ 5 പ്രാവശ്യം വലം വയ്ക്കുക. എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം തുളസിത്തറയെ വലം വയ്ക്കുക. ഒരു മൊന്ത ജലം എടുക്കുന്നു, അത് തുളസി ചുവട്ടിൽ ഒഴിക്കുന്നു, ഇരു കൈകളും കൂപ്പുന്നു, ആ തുളസിത്തറയ്ക്ക് 5 പ്രാവശ്യം വലം വയ്ക്കുന്നു. വലം വയ്ക്കുന്ന സമയത്ത് പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് 5 പ്രദക്ഷിണം ആ തുളസി ചുവട്ടിൽ അല്ലെങ്കിൽ ആ തുളസിയുടെ ചുറ്റും നിങ്ങൾ ചെയ്യുക. തറയായിട്ടുള്ളവർ തുളസി തറയ്ക്ക് ചുറ്റും ചെയ്യുക. തുളസി തറയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തുളസിക്ക് ചുറ്റും ആയാലും ചെയ്യുക എന്നുള്ളതാണ്. പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്ന് 5 തവണ, ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുമ്പോൾ 1 തവണ, 2 പ്രാവശ്യം 2 തവണ എന്നുള്ള രീതിയിൽ 5 തവണ പ്രദക്ഷിണം ചെയ്ത് പറയുക. നിങ്ങൾ ഏത് കാര്യം ഈ ഏകാദശിക്ക് പ്രാർത്ഥിച്ചാലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തുളസിയോട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും. ആ തുളസി പൂവിട്ടതിന് അർത്ഥമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഉയർച്ചയും ജീവിത വിജയവും വരും വർഷം ഉണ്ടാകുന്നതായിരിക്കും. 1 വർഷത്തെ ഫലവാ ഈ ഏകാദശി മുതൽ, ഈ ഗുരുവായൂർ ഏകാദശി മുതൽ അടുത്ത ഗുരുവായൂർ ഏകാദശി വരെയുള്ള 1 വർഷക്കാലം നിങ്ങൾക്ക് എല്ലാ വിജയത്തിൻ്റെതുമായി മാറും എന്നുള്ളതാണ്. ഈ തുളസി കാടേറി പൂക്കുന്ന എല്ലാ വീട്ടിലും സംഭവിക്കില്ല കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്ത്, നാരായണ ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉള്ളിടത്ത് മാത്രമേ തുളസി എങ്ങനെ കാടേറി പൂക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ പൂവിട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. നന്ദി, നമസ്കാരം.